കുഞ്ഞിന്റെ കണ്ണൊക്കെ മെഴിഞ്ഞു വരുവാ. എനിക്ക് പേടിയാവുന്നേ. അച്ചായി കൊണ്ടോ, അച്ചായി വേഗം കൊണ്ടോടാ വന്നെ, വേഗം കൊണ്ടുപോകാൻ വന്നെ അച്ചായി. എടീ നീ ഇൻഹീറർ എത്തുന്നടിക്കടി. അത് വാങ്ങാൻ ഇരിക്കുവല്ലായിരുന്നോ? എന്റെ ദൈവമേ, തമ്പരാൻ നമ്മളൊന്നും വരുത്തിയല്ലേ, തമ്പരാൻ നമുക്കൊന്നും വരുത്തിയല്ല. കൈ വല്ലതും കോച്ചു വലിക്കുന്നുണ്ടോന്ന് നോക്കും. ഇതെങ്ങോട്ടേ തള്ളിക്കറി പോണേ? എന്റെ മോക്ക് ശ്വാസം മുട്ട. ഡോക്ടറുണ്ടോ? ഇല്ലല്ലോ. കൊണ്ടുവന്നിട്ടുണ്ടോ? വണ്ടിയിലുണ്ട്. പനിയോ ചുമയോ വല്ലതും ഉണ്ടോ? പനി, നല്ല പനിയുണ്ട്. ഓ, അത് കുഴപ്പമാണല്ലോ. അയ്യോ ചേട്ടാ, അറിഞ്ഞുകൂടായിരുന്നു ഈ പനി ചുമയൊക്കെ ഉള്ളപ്പോ നേരത്തെ ഒന്ന് വിളിച്ച് അറിയിച്ചിട്ട് വേണ്ടായോ ഹോസ്പിറ്റലിലോട്ട് വരാന്? സിസ്റ്റർ, എന്റെ കൊച്ചിന് ശ്വാസം മുട്ട് കൂടുതലാണ്, അതുകൊണ്ട് എന്നാലും ഇച്ചിരി ശൈലം അങ്ങോട്ട് മാറി നിൽക്കുക. എന്റെ പൊന്നു സിസ്റ്റർ, ഇങ്ങനെ കണ്ണിച്ചോരയില്ലാത്ത വർത്താനം പറയല്ലേ. ഈ തണുപ്പ് വരുമ്പോൾ എന്റെ കൊച്ചിന് ഇങ്ങനെ ആസ്മയുടെ അസുഖം വന്നിട്ട് ഇങ്ങനെ ശ്വാസം മുട്ട് ഉണ്ടാറില്ല. നിങ്ങൾ വേറെ രീതിയിൽ ഇങ്ങനെ പറയല്ലേ. നമ്മുടെ ഡോക്ടർ നോക്കിയിട്ട് ഒരു കാര്യവുമില്ല. ടെസ്റ്റ് ഒക്കെ ചെയ്യാനുള്ളതാ. ഇവിടെ അതിനുള്ള സൗകര്യം ഉണ്ടോ? ആംബുലൻസിനെ വിളിച്ച് പറയാം. എന്തായാലും ഡോക്ടർ വരട്ടെ, വെയിറ്റ് ചെയ്യൂ. എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? അയ്യോ കർത്താവേ, എന്റെ കൊച്ച് മോനോടെ കിടന്നു. എന്തെങ്കിലും ചെയ്യാൻ നോക്ക്. ചേട്ടൻ പറ, ഞങ്ങളിപ്പോ എന്നാ ചെയ്യാ? മോക്ക് തീരെ വയ്യ. ഒന്ന് വരുമോ സിസ്റ്ററെ? നീ അങ്ങോട്ട് തന്നെ സിസ്റ്ററെ. ചേട്ടാ ബഹളം വെക്കാതെ, ഡോക്ടർ വരട്ടെ, വെയിറ്റ് ചെയ്യ്. കുഴപ്പമൊന്നും കാണുകയല്ലെന്നേ, ഡോക്ടർ ഇപ്പൊ വരും. പേടിക്കണ്ട കേട്ടോ. എന്നാടി ടാബി മക്കളെ, ഇതെന്നെ ആരും വരാത്ത. എന്നാടി എന്നാ പറഞ്ഞേ? ചെയ്യാൻ പറയിച്ചായ എത്ര നേരം എന്റെ കുഞ്ഞിങ്ങനെ. പോരാ അയ്യോ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ സാറേ. എന്റെ കൊച്ചുകൂടെ കിടന്ന് കഷ്ടപ്പെടുക സാറേ. ഒന്ന് പറ സാറേ, ഒന്ന് നോക്കാൻ പറ സാറേ. ഒന്ന് പറ സാറേ, എന്റെ കൊച്ചിനൊന്ന് നോക്കാൻ പറ സാറേ. സിസ്റ്റർ ഒന്ന് പറ സാറേ, ഒന്ന് എന്റെ കൊച്ചുകൂടെ കിടന്ന് കഷ്ടപ്പെടുക സാറേ. ഒന്ന് പറ സാറേ. ആംബുലൻസ് വന്നോണ്ടിരിക്കട്ടോ. അതുവരെ എന്റെ കൊച്ചിനെ എന്നാ ചെയ്യാനാ? ഞാൻ എന്റെ കൊച്ചിനെ എന്നാ ചെയ്യാനാ? ഇവിടെ ഒന്ന് പറ സിസ്റ്ററെ, ഒന്ന് പറ, എന്റെ കൊച്ചിനെ ഒന്ന് നോക്കാൻ പറ. വേറൊന്നും ചെയ്യാനില്ല ഇവിടെ. ഇതുപോലുള്ള സീരിയസ് കേസ് ഒന്നും നോക്കാനുള്ള സൗകര്യം അറിയത്തില്ലേ? പിന്നെ എന്തിനാ ആശുപത്രി പറഞ്ഞ് ബോർഡ് വെച്ചേക്കുന്നേ? എന്നാ എന്റെ കൊച്ചിനെ പോലെ പറ്റിയാണല്ലോ. എല്ലാത്തിനും കത്തിക്കും ഞാൻ. ചേട്ടാ വെറുതെ പ്രശ്നമാക്കരുത്, ഞങ്ങൾ പോലീസിനെ വിളിക്കാം. രവി അങ്ങ് മാർക്കിയ. ചേട്ടാ, നിങ്ങൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ഇതിപ്പോ നിങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾക്കും കൂടെ പ്രശ്നമുള്ള കാര്യമല്ലേ. എന്റെ വീട്ടിലുണ്ട് 2 പിള്ളേര്. നിങ്ങളൊന്ന് സമാധാനപ്പെട്. രവി വിട്ടേ. ചേട്ടൻ അവിടെ പോയി വെയിറ്റ് ചെയ്യ്. ഒന്നും വരികയല്ലെന്നേ, സമാധാനമായിട്ടിരിക്കുക. ആംബുലൻസ് ഇപ്പൊ വരും. രവി തുറന്നേടാ. എല്ലാരും ഒന്ന് മാറി വന്നേ. ആരും ജില്ലയിലും കമ്പിയിലും ഒന്നും പിടിക്കരുത്. ആദ്യം ആംബുലൻസ് എവിടെ എത്തിയെന്നൊന്ന് വിളിച്ചു നോക്കട്ടെ.
വരും വരും. ഡോക്ടറെ അവർ കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യുവാണേ. ആ കുട്ടിക്ക് തീരെ വയ്യെന്ന് തോന്നുന്നു. ഡോക്ടറെ ഇപ്പൊ നോക്കാൻ പറ്റിയാലായിരിക്കും അല്ലേ? അതിനിങ്ങനെ നോക്കി നിന്നാൽ എങ്ങനെയാ ശരിയാവുക? ബാഗ് ആ ഗ്ലൗസിംഗ് എടുത്തേ. ഞങ്ങൾ ആംബുലൻസ് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, പക്ഷെ ലേറ്റ് ആവുമെന്നാ തോന്നുന്നേ. ഞങ്ങൾ ഡോക്ടർ വരാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. അറ്റ്ലീസ്റ്റ് എന്താണെന്നൊന്ന് നോക്കിക്കൂടായിരുന്നോ? അയ്യോ ഡോക്ടർ വരുന്നു. ഡോക്ടറെ ആ നോക്കട്ടെ. പനി തുടങ്ങിയിട്ട് എത്ര ദിവസമായി? 1-2 ദിവസമായി ഡോക്ടർ ഇങ്ങനെ വിട്ട് പനിക്കുക. ഓ, ഇന്നത്തെ ദണ്ണം കൂടി. നല്ല ശ്വാസം മുട്ടലുണ്ടല്ലോ. അവർക്ക് ഇങ്ങനെ ഇടയ്ക്ക് ആസ്മയുടെ അസുഖമുണ്ട്. ഇതിങ്ങനെ വന്നാൽ തണുപ്പ് കൂടി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ വരുന്ന എന്തെങ്കിലും മരുന്ന് കൊടുത്തിരുന്നോ? ചുക്കുവെള്ളം ഇങ്ങനെ നീ വല്ലതും ഒന്നുമില്ല ഒന്നും നോക്കൂ. മാഡം ആംബുലൻസ് വിളിച്ചു വന്നിട്ടുണ്ട് ആ, മാഡം. ഇൻഹെയിലർ ഉണ്ടോ എന്ന് നോക്കണേ. മോളെ പേടിക്കണ്ട കേട്ടോ. ആ, മോളൊന്ന് തിരിഞ്ഞു കിടന്നേ. മഞ്ജു, ആ ഇൻഹേലർ ഇങ്ങെടുത്തു. പിന്നെ PCM ഇഞ്ചക്ഷനും. അതെ, ഇൻഹേലർ 2 പ്രാവശ്യം കൊടുക്കണം. ഞാനിപ്പോൾ ഒരു ഇഞ്ചക്ഷൻ എന്തായാലും എടുക്കാം. പേഷ്യന്റിന് നന്നായിട്ട് വെള്ളം കൊടുക്കണം, നന്നായി ശ്രദ്ധിക്കുകയും വേണം കേട്ടോ. മാഡം ഇൻഹേലർ ഉണ്ടേ. അങ്ങോട്ട് കൊടുത്തു. ആ എന്നാ. അത് പിടിച്ചേ. ആ, ഇനിയിപ്പോ ആംബുലൻസ് വരാനൊന്നും വെയിറ്റ് ചെയ്യണ്ട. നേരെ കട്ടപ്പന ഹോസ്പിറ്റലിലോട്ട് പൊയ്ക്കോ. ഞങ്ങൾ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞേക്കാം. പിന്നെ വഴിയിലെങ്ങും നിർത്താൻ നിൽക്കരുത്. മനസ്സിലായല്ലോ? ശരി ഡോക്ടർ. പോകുന്ന വഴിയെ വണ്ടി നിർത്താനൊന്നും നിൽക്കണ്ട, ആരോടും സംസാരിക്കാനും നിൽക്കണ്ട. പിന്നെ അറിയാലോ അല്ലേ, അത് റിസ്ക് ആണ്. മനസ്സിലായല്ലോ? പോവാ. എന്താ നീ മോളെ പിടിച്ചോ? നീ പിടിച്ചിരുന്നോ? അയ്യോ അച്ഛനെ പൊന്നെ പൊന്നെ പറ്റി